Hello, dear students. Today we are going to discuss what do you mean by market targeting. The last class we have discussed about market segmentation and the four types of market segmentation or four bases of market segmentation. Okay. Now we are going to discuss about market targeting. In market segmentation, we are focusing on dividing the whole heterogeneous market into homogeneous group. Okay? On the basis of demographic, geographic, psychographic or behavioral basis. വ്യത്യസ്ത ബേസിസിൽ ഡെമോഗ്രാഫിക്കൽ ജിയോഗ്രാഫിക്കലോ അല്ലെങ്കിൽ സൈക്കോഗ്രാഫിക് അല്ലെങ്കിൽ ബിഹേവിയറൽ ആയിട്ടുള്ള രീതിയിലോ നമ്മൾ മാർക്കറ്റിനെ ഹോമോജീനിയസ് ഗ്രൂപ്പാക്കി മാറ്റുന്നതിനെയാണ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ. നമുക്കറിയാം ഒരു മാർക്കറ്റ് ഓൾമോസ്റ്റ് ഓൾ മാർക്കറ്റ് ഈസ് ഹെട്രോജീനിയസ് ഇൻ നേച്ചർ. വ്യത്യസ്ത തരത്തിലുള്ള ആൾക്കാർ, വ്യത്യസ്ത ഏജ് ഗ്രൂപ്പ്, വ്യത്യസ്ത ഇൻകം ഗ്രൂപ്പ്. ഈ ഹെട്രോജീനിയസ് മാർക്കറ്റിനെ ഹോമോജീനിയസ് ഗ്രൂപ്പാക്കി മാറ്റുന്നതിനാണ് നമ്മൾ മാർക്കറ്റ് സെഗ്മെന്റേഷൻ. അപ്പം നിങ്ങൾ ചോദിക്കുക, എന്താണ് മാർക്കറ്റ് ടാർഗറ്റിംഗ്? മാർക്കറ്റ് സെഗ്മെന്റേഷൻ ഇതിനകത്ത് രണ്ടാമത്തെ സ്റ്റേജാണ് മാർക്കറ്റ് ടാർഗറ്റിംഗ്. അതായത് മാർക്കറ്റ് ടാർഗറ്റിംഗ് ഈസ് ബേസ്ഡ് ഓൺ മാർക്കറ്റ് സെഗ്മെന്റേഷൻ. In market segmentation, we are dividing market into different markets. After segmenting it, a particular business organization, they cannot concentrate on each and every segment. ഓരോ സെഗ്മെന്റിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെ? ഒരുപാട് സെഗ്മെന്റുകളുണ്ട്. സോ ദ ബിസിനസ് ഓർഗനൈസേഷൻ ഓർ ദ മാർക്കറ്റേഴ്സ്, they decide to target their marketing activities or selling activities to a particular market, particular segments. ഏതെങ്കിലും പ്രത്യേക സെഗ്മെന്റിൽ ജിയോഗ്രാഫിക്കലായിട്ടാണെങ്കിൽ ഏതെങ്കിലും രാജ്യത്ത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഏതെങ്കിലും കാറ്റഗറി ഓഫ് പീപ്പിൾ, മിഡിൽ ഇൻകം ഗ്രൂപ്പ് ആണെങ്കിൽ മിഡിൽ ഇൻകം ആ ഒരു സെഗ്മെന്റ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യും, അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടിയാണെങ്കിൽ ആ ഏജ് ഗ്രൂപ്പ് സെഗ്മെന്റ്. അതായത് ഡിഫറെന്റ് സെഗ്മെന്റ് ചിലപ്പോൾ ഡിഫറെന്റ് കാറ്റഗറി ഉണ്ട്. ഇതിൽ എല്ലാ കാറ്റഗറിയിലും ഫോക്കസ് ചെയ്യാനായിട്ട് ഒരു മാർക്കറ്റർക്കോ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓർഗനൈസേഷനോ കഴിയില്ല. അപ്പൊ അതെന്താണ്? അപ്പൊ എന്താ അതിനുള്ള പോംവഴി? മാർക്കറ്റ് സക്സസ് ആക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ സക്സസ് ആക്കണമെന്നുണ്ടെങ്കിൽ they can concentrate their marketing effort or marketing mix to a particular segment. ഏതെങ്കിലും ഒരു പ്രത്യേക സെഗ്മെന്റ് ഓഫ് മാർക്കറ്റിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യണം. അതിനെയാണ് മാർക്കറ്റ് ടാർഗറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനെയാണ് എന്ത് വിളിക്കുന്നത്? മാർക്കറ്റ് ടാർഗറ്റിംഗ്. ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് അവിടെ മാത്രം ഒരു പ്രത്യേക സെഗ്മെന്റ് മാത്രം സെലക്ട് ചെയ്തതിനു ശേഷം പിന്നെ അവരുടെ ആക്ടിവിറ്റീസ്, അവര് ആ ഉൽപ്പന്നം ഡിസൈഡ് ചെയ്യുന്നത് മറ്റു മാർക്കറ്റിംഗ് മിക്സുകൾ, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ ആൻഡ് ഓൾ ദീസ് മിക്സ് തീരുമാനിക്കുന്നത് ആ സെഗ്മെന്റിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും. അങ്ങനെയാണ് പിന്നെയാണത് മാർക്കറ്റിൽ പിന്നെയാണ് പ്രോഡക്റ്റ് പൊസിഷൻ നടത്തുന്നത്. എന്താണ് പ്രോഡക്റ്റ് ആ മാർക്കറ്റിൽ കൊണ്ടുവരുന്നത്? സെഗ്മെന്റ് ചെയ്യുന്നു, അതിലൊരു സെഗ്മെന്റ് ടാർഗറ്റ് ചെയ്യുന്നു, ആ ടാർഗറ്റ് ചെയ്യുന്ന ആ ഒരു സെഗ്മെന്റിൽ ഉൽപ്പന്നം വിപണിയിൽ പൊസിഷൻ ചെയ്യുന്നു, അതിനുവേണ്ടി അനുയോജ്യമായ മാർക്കറ്റിംഗ് മിക്സ് ആക്കി. ദീസ് ആർ ദ വേസ് ഇൻ വിച്ച് എ പ്രോഡക്റ്റ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ മാർക്കറ്റ്. ഇങ്ങനെയാണ് ഒരു ഉൽപ്പന്നം വിപണിയിൽ വരുന്നത്. അപ്പൊ മാർക്കറ്റ് ടാർഗറ്റിംഗ് മീൻസ് ഇറ്റ്സ് എ പ്രോസസ് ഓഫ് കോൺസെൻട്രേറ്റിംഗ് ഓൺ എ പർട്ടിക്കുലർ സെഗ്മെന്റ് ഓഫ് മാർക്കറ്റ് ഫോർ ദ പർപ്പസ് ഓഫ് എഫക്റ്റീവ്ലി മാർക്കറ്റിംഗ് ദിയർ ആക്ടിവിറ്റി, ഫോർ ദ പർപ്പസ് ഓഫ് എഫക്റ്റീവ്ലി മാർക്കറ്റിംഗ് ദ ഗുഡ്സ് ആൻഡ് സർവീസസ്. സാധനങ്ങളും സേവനങ്ങളും എഫക്റ്റീവായിട്ട് മാർക്കറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു പർട്ടിക്കുലർ സെഗ്മെന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മാർക്കറ്റ് ടാർഗറ്റിംഗ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ? ഓക്കെ, നമുക്ക് നോക്കാം. മാർക്കറ്റ് ടാർഗറ്റിംഗ് മീൻസ് the process of evaluating the attractiveness of each market segment and selecting one or more segment to enter. അല്ലെ, ഓരോ മാർക്കറ്റ് സെഗ്മെന്റിലെ ഓരോ സെഗ്മെന്റിന്റെ അട്രാക്റ്റീവ്നെസ് നല്ലതുപോലെ ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് ഒന്നിലധികമോ സെഗ്മെന്റ് മാത്രം സെലക്ട് ചെയ്ത് അതിലേക്ക് ആ സെഗ്മെന്റിലേക്ക് മാത്രം അവരുടെ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ അവരുടെ സെല്ലിംഗ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിനാണ് മാർക്കറ്റ് ടാർഗറ്റിംഗ് അല്ലെങ്കിൽ ടാർഗറ്റ് മാർക്കറ്റിംഗ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ? ഓക്കെ, എന്താണ് ഡിഫൈൻ? ടാർഗറ്റ് മാർക്കറ്റിംഗ് ഈസ് ഡിഫൈൻഡ് ആസ് ദ മീനിങ് ദ മാർക്കറ്റ് സെഗ്മെന്റ് ടു വിച്ച് എ പർട്ടിക്കുലർ ഗുഡ്സ് ഓർ സർവീസസ് മാർക്കറ്റ്. ഏത് ഒരു പർട്ടിക്കുലർ സെഗ്മെന്റ് ഓഫ് മാർക്കറ്റിൽ സാധനങ്ങളും സേവനങ്ങളും വിൽക്കുന്നതിനാണ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ എന്ന് വിളിക്കുന്നത്, മാർക്കറ്റ് ടാർഗറ്റിംഗ് എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഇസ് മെയിൻലി ഡിഫൈൻഡ് ബൈ, ഇത് പ്രധാനമായിട്ട് ഏജ് അല്ലെങ്കിൽ ജെൻഡർ, ലേഡീസിന് വേണ്ടി മാത്രം, ജെൻസിന് വേണ്ടി മാത്രം, കുട്ടികൾക്ക് വേണ്ടി മാത്രം, ഡ്രസ് ഐറ്റംസ് മാത്രം,
ജിയോഗ്രാഫി, ഏതെങ്കിലും പ്രത്യേക രാജ്യത്തിന് വേണ്ടി മാത്രം, സോഷ്യോ എക്കോണമിക് ഗ്രൂപ്പിംഗ്, സാമൂഹ്യ സാമ്പത്തിക ഘടകങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഡിവൈഡിങ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോമ്പിനേഷൻ ഓഫ് ഡെമോഗ്രാഫിക് വേരിയബിൾ, ഇൻകം, എഡ്യൂക്കേഷൻ ലെവൽ, അല്ലെങ്കിൽ സ്റ്റാറ്റസ് ഓഫ് ലൈഫ്, ഇങ്ങനെയുള്ള ഏതെങ്കിലും കാറ്റഗറി ഓഫ് സെഗ്മെന്റേഷനകത്ത് ആ ഒരു ബേസിനെ അടിസ്ഥാനമാക്കി മാത്രം മാർക്കറ്റിംഗ് നടത്തുമ്പോൾ ആ ടാർഗറ്റിങ്ങിനെയാണ് മാർക്കറ്റ് ടാർഗറ്റിംഗ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സെലക്ടിങ് എ ടാർഗറ്റ് മാർക്കറ്റ്. ബിഫോർ a marketing mix strategy can be implemented, the marketer must identify, evaluate and select a target market. ഒരു മാർക്കറ്റിംഗ് മിക്സ് സ്ട്രാറ്റജി, ഒരു വിപണിയിൽ എന്ത് മാർക്കറ്റിംഗ് മിക്സ് ആണോ അഡോപ്റ്റ് ചെയ്യേണ്ടത് അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ മാർക്കറ്റർ കൃത്യമായി ഐഡന്റിഫൈ ചെയ്ത് ഇവാലുവേറ്റ് ചെയ്ത് ടാർഗറ്റ് മാർക്കറ്റിനെ കുറിച്ച് നല്ലതുപോലെ പഠിക്കും. ആ ടാർഗറ്റ് മാർക്കറ്റിലാണ് ഉൽപ്പന്നം പൊസിഷൻ നടത്തുന്നത്. അതിനാവശ്യമായ രീതിയിലുള്ള മാർക്കറ്റിംഗ് മിക്സ് ആണ് അവർ ഉപയോഗിക്കുന്നത്. നമുക്ക് മാർക്കറ്റ് എന്താണെന്ന് അറിയാം. ഇറ്റ്സ് എ പീപ്പിൾ ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ വിത്ത് സഫീഷ്യന്റ് പർച്ചേസിംഗ് പവർ, അതോറിറ്റി ആൻഡ് വില്ലിംഗ്നെസ് ടു പേ. ഒരു ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് വരുന്ന സ്ഥലമാണ് മാർക്കറ്റ്. എന്നാൽ ടാർഗറ്റ് മാർക്കറ്റ് എന്താണ്? സ്പെസിഫിക് സെഗ്മെന്റ് ഓഫ് കൺസ്യൂമേഴ്സ് മോസ്റ്റ് ലൈക്ലി ടു പർച്ചേസ് എ പർട്ടിക്കുലർ പ്രോഡക്റ്റ്. ഒരു പ്രത്യേക സെഗ്മെന്റ് ഓഫ് മാർക്കറ്റിനാണ് മാർക്കറ്റ് ടാർഗറ്റിംഗ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു പ്രത്യേക ഉൽപ്പന്നമോ അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗം ആൾക്കാർക്ക് വേണ്ടിയുള്ള ഉൽപ്പന്നങ്ങളോ മാത്രം ഡീൽ ചെയ്യുന്ന ഒരു സെഗ്മെന്റിനെയാണ് മാർക്കറ്റ് ടാർഗറ്റിംഗ് എന്ന്. ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ടാർഗറ്റ് മാർക്കറ്റ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ? എന്താണ് മാർക്കറ്റ് ടാർഗറ്റിംഗ്? മാർക്കറ്റ് സെഗ്മെന്റേഷൻ ലീഡ്സ് ദ ഫോംസ് മാർക്കറ്റ് സെഗ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്. മാർക്കറ്റ് സെഗ്മെന്റേഷനകത്ത് നമ്മൾ സെഗ്മെന്റിന് എന്താണ് മാർക്കറ്റ് സെഗ്മെന്റ് എടുത്തിരിക്കുന്നത്. ദ ഫോം ഹാസ് ടു ഡിസൈഡ് ഓർ ഇവാലുവേറ്റ് ദ വേരിയസ് സെഗ്മെന്റ് ആൻഡ് ടു ഡിസൈഡ് ഹൗ മനി ആൻഡ് വിച്ച് ഓൺസ് ടാർഗറ്റ്. എത്ര സെഗ്മെന്റുകൾ വിപണിയിലുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് അനുയോജ്യമായ എത്ര സെഗ്മെന്റുകളുണ്ട്, അതിൽ നിന്ന് ഏതിനെ നമ്മൾ ചൂസ് ചെയ്യണം. അവിടെ എന്തൊക്കെയാണ് ഇവാലുവേറ്റ് ചെയ്തത്? സെഗ്മെന്റിന്റെ വലിപ്പം, ഓരോ മാർക്കറ്റ് സെഗ്മെന്റിന്റെ വലിപ്പവും അതിന്റെ ഗ്രോത്ത് പൊട്ടൻഷ്യൽ, എത്രമാത്രം നമുക്ക് അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ പറ്റും. ഓരോ സെഗ്മെന്റിന്റെയും സ്ട്രക്ചറൽ അട്രാക്റ്റീവ്നെസ്, അത് നമുക്ക് എത്രമാത്രം അതിന്റെ ഘടനാപരമായി നമ്മളെ ആകർഷിക്കുന്നു ആ ഒരു സെഗ്മെന്റ്. ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ ഉദാഹരണത്തിന് ചില ഉൽപാദകര് ഓട്ടോമൊബൈൽ വിപണിയിൽ മാത്രം, ചില ഉൽപാദകര് ഒരു ഹയർ ഇൻകം ഗ്രൂപ്പിന്, ഇപ്പൊ ബെൻസ്, അവരുടെ കാറ് ആ ഒരു നിലവാരത്തിലുള്ള ഉപഭോക്താക്കൾക്ക് വേണ്ടി മാത്രം ആണ് അവർ ഡിസൈൻ ചെയ്തത്. അല്ലേ? നമുക്കറിയാം. ഇപ്പൊ വി സ്റ്റാർ എന്നുള്ളത് അവർ ഒരുപാട് ഉൽപ്പന്നങ്ങളിലേക്ക് മാറി. വി സ്റ്റാർ എന്ന് ഉദ്ദേശിക്കുമ്പോഴത്തെ ഡ്രസ് ഐറ്റംസ് എന്നുള്ളതാണ് നമുക്ക് അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അല്ലേ? അങ്ങനെ ഓരോ ചില ഉൽപ്പന്നങ്ങൾ ഹയർ ഇൻകം ഗ്രൂപ്പിന് വേണ്ടി മാത്രമായിരിക്കും, ചില ഉൽപ്പന്നങ്ങൾ ലോവർ ഇൻകം ഗ്രൂപ്പ്, ചില ഉൽപ്പന്നങ്ങൾ ചെറുപ്പക്കാർക്ക് വേണ്ടി, ചില ഉൽപ്പന്നങ്ങൾ വലിയ ആൾക്കാർക്ക് വേണ്ടി. അതുപോലെ തന്നെ കമ്പനി ഒബ്ജക്റ്റീവ്സ് ആൻഡ് റിസോഴ്സസ്, ഒരു കമ്പനിയുടെ ലക്ഷ്യവും അവരുടെ റിസോഴ്സസും ഇതിനെ സ്വാധീനിക്കുന്നു മാർക്കറ്റ് ടാർഗറ്റിങ്ങിന്. അങ്ങനെ ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ടാണ് നമുക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ടാർഗറ്റ് മാർക്കറ്റ് കണക്കാക്കേണ്ടത്, ഒരു സെഗ്മെന്റ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ദ കമ്പനി മേ എൻറ്റർ ഓൺലി സെഗ്മെന്റ്സ് ടു വിച്ച് ഇറ്റ് ക്യാൻ ഓഫർ സുപ്പീരിയർ വാല്യൂ ആൻഡ് ഗെയിൻ അഡ്വാൻറ്റേജ് ഓവർ കോമ്പറ്റീറ്റേഴ്സ്. നല്ല സുപ്പീരിയർ വാല്യൂ കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റുന്ന, കോമ്പറ്റീറ്റേഴ്സിനെ നമുക്ക് നല്ലതുപോലെ ഫേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെഗ്മെന്റിൽ മാത്രമേ ഒരു കമ്പനി ഇറങ്ങാവൂ. അങ്ങനെ ആ ഒരു മാർക്കറ്റിനെ മാത്രമേ ടാർഗറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, what do you mean by target? Just ഒന്ന് പറയാണ്. It's a developing market strategy. You must first choose while introducing a product, firstly choose a target market. A target market is a segment of a larger market whose wants and needs you will try to meet with a specific marketing mix. ആ ടാർഗറ്റ് മാർക്കറ്റിൽ ഉള്ള ഉപഭോക്താക്കൾക്ക് ആവശ്യമായിട്ടുള്ള മാർക്കറ്റിംഗ് മിക്സ് ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ചൂസിങ് എ ടാർഗറ്റ് മാർക്കറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ് ഓഫ് എ മാർക്കറ്റർ മേക്സ്. ഒരു മാർക്കറ്റർ എടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മളുടെ സെഗ്മെന്റ് ഏതാണ്, ടാർഗറ്റ് മാർക്കറ്റ് ഏതാണ്. If the target market does not want or need your product, it will not be successful. ആ ടാർഗറ്റ് മാർക്കറ്റ് നമ്മുടെ ഉൽപ്പന്നങ്ങൾ ആവശ്യമില്ല എങ്കിൽ നമ്മൾ സക്സസ് ആവില്ല. അതുപോലെ തന്നെ if the target market does not have the money to buy your product, it will not be successful. ആ ടാർഗറ്റ് മാർക്കറ്റിലുള്ള ഉപഭോക്താക്കൾക്ക് നമ്മുടെ ഉൽപ്പന്നം വാങ്ങുവാനുള്ള എക്കോണമിക് ആയിട്ടുള്ള കഴിവില്ല എങ്കിൽ നമ്മൾ സക്സസ് ആവില്ല. അതുപോലെ if your target market is too small, ടാർഗറ്റ് മാർക്കറ്റ് വളരെ സ്മാൾ ആണ്, കോമ്പറ്റീഷൻ കൂടുതലാണെങ്കിൽ നമുക്ക് ലാഭം ഉണ്ടാക്കാനും പറ്റില്ല, കൂടുതൽ വിറ്റ് ലാഭം ഉണ്ടാക്കാനും പറ്റില്ല. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം, നമുക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന മാർക്കറ്റ് ആയിരിക്കണം, അവിടുത്തെ കസ്റ്റമർ നമ്മളെ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കണം, കസ്റ്റമർ നമ്മുടെ ഉൽപ്പന്നം വാങ്ങാൻ വില്ലിങ്നെസ്സും ആൻഡ് അതിനുള്ള പവറുള്ള ആൾക്കാരായിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഉൽപ്പന്നം അവർക്ക് ഇഷ്ടപ്പെടണം. ഓക്കെ, മാർക്കറ്റേഴ്സ് ഫോക്കസ് ഓൺ ദ ടാർഗറ്റ് മാർക്കറ്റ് വൈൽ മേക്കിംഗ് മാർക്കറ്റ് മിക്സ് ഡിസിഷൻ. എപ്പോഴും മാർക്കറ്റ് മിക്സ് ഡിസിഷൻ തീരുമാനിക്കുമ്പോഴത്തേക്കും നമ്മളുടെ മാർക്കറ്റിന്റെ ടാർഗറ്റ് മാർക്കറ്റ് ഏതാണോ അതനുസരിച്ചിട്ടുള്ള
ഇപ്പം യങ്സ്റ്റേഴ്സിന് വേണ്ടിയാണ് അതനുസരിച്ചുള്ള മിക്സാണ്, അതനുസരിച്ചുള്ള പരസ്യങ്ങളായിരിക്കും ഉപയോഗിക്കുന്നത്. കുട്ടികൾക്കാണെങ്കിൽ കുട്ടികളെ ഇംപ്രസ് ചെയ്യുന്ന പരസ്യങ്ങളായിരിക്കും ഉപയോഗിക്കുന്നത്. പിന്നെ വലിയ ആൾക്കാർക്ക് വേണ്ടിയാണെങ്കിൽ കെയറിംഗ് ആയിട്ടുള്ള വലിയ ആൾക്കാരുമായി ബന്ധപ്പെട്ടുള്ള പരസ്യങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അഡ്വാൻറ്റേജ് ഓഫ് ടാർഗറ്റ് മാർക്കറ്റിംഗ്. ഈസി ആൻഡ് അനാലിസിസ് ഓഫ് പൊട്ടൻഷ്യൽ ആൻഡ് ആക്ച്വൽ കൺസ്യൂമർ. നമുക്ക് മാർക്കറ്റ് ടാർഗറ്റ് ചെയ്ത് നമ്മളുടെ ഒരുപാട് വിപണിയുണ്ട്, ഒരുപാട് ഈ ലോകം മൊത്തത്തിൽ നമുക്ക് സാധനങ്ങൾ വിറ്റഴിക്കാൻ പറ്റില്ല, അവിടേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു രാജ്യത്താകാം, 2 രാജ്യത്താകാം, 3 രാജ്യത്താകാം, അല്ലെങ്കിൽ ഒരു പ്രത്യേക കാറ്റഗറി ഓഫ് കസ്റ്റമേഴ്സിന് മാത്രമാകാം, അല്ലെങ്കിൽ പ്രത്യേക കാറ്റഗറി ഓഫ് ഏജിലുള്ള ആൾക്കാർക്ക് വേണ്ടിയാകാം. അപ്പം നമുക്ക് ഏതൊരു കമ്പനിക്കും വിപണിയിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ. അതിനുശേഷം വേണം ഡൈവേഴ്സ് ചെയ്ത് പോകാം. പക്ഷെ ആദ്യമേയൊക്കെ മാർക്കറ്റ് ടാർഗറ്റ് ചെയ്ത് പോകാനാണ് ഏറ്റവും സക്സസ്. അല്ലാതെ വാരി വലിച്ച ഒരു കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ മാർക്കറ്റിൽ സക്സസ് ആവില്ല. അപ്പോൾ മാർക്കറ്റ് ടാർഗറ്റ് ചെയ്യുമ്പോഴുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈസിയർ ആയിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും നമ്മളുടെ പൊട്ടൻഷ്യൽ ആൻഡ് നമ്മളുടെ നിലവിലുള്ള കസ്റ്റമർ, അതുപോലെ തന്നെ ഈ വരാൻ കിട്ടുന്ന കസ്റ്റമർ, അതുപോലെ ആക്ച്വൽ കസ്റ്റമർ, ഇത് നമുക്ക് കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഉൽപ്പന്നങ്ങൾ ആ മാർക്കറ്റിനനുസരിച്ച് ടൈലറിംഗ് ചെയ്യാൻ പറ്റും, ടൈലറിംഗ് ദ പ്രോഡക്റ്റ് അക്കോർഡിംഗ് ടു മാർക്കറ്റ്. അതുപോലെ തന്നെ ഓരോ മാർക്കറ്റിന്റെ ഡിമാൻഡ് പൊട്ടൻഷ്യൽ അസസ് ചെയ്യാൻ പറ്റും. കോമ്പീറ്റിംഗ് പ്രോഡക്റ്റിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. നമ്മളുടെ സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും, കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പ്രോഡക്റ്റ് പൊസിഷൻ ചെയ്യാൻ പറ്റും. കൃത്യമായ ഉൽപ്പന്നം ആ സെഗ്മെന്റിന്, ആ ടാർഗറ്റ് മാർക്കറ്റിന് ആവശ്യമായ ഉൽപ്പന്നം പ്രോഡക്റ്റ് പൊസിഷൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളുടെ ഓപ്പർച്യൂണിറ്റീസ് ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ദീസ് ആർ ദ വേരിയസ് അഡ്വാൻറ്റേജസ് ഓഫ് ടാർഗറ്റ് മാർക്കറ്റിംഗ്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു മാർക്കറ്റിന് ആവശ്യം, നമ്മുടെ കസ്റ്റമർ, നമ്മളുടെ കോമ്പറ്റീഷൻ ഇല്ലാതെ നമുക്ക് ആവശ്യമുള്ള ലാഭം, നമുക്ക് നല്ല പ്രോഡക്റ്റ് എത്തിച്ച് വിപണിയിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി സഹായിക്കുന്നത് മാർക്കറ്റ് ടാർഗറ്റിങ്ങിലൂടെയാണ്. അല്ലാതെ ഒരു മാർക്കറ്റിനെ കുറിച്ച് കൃത്യമായി പഠിക്കാതെ ഒരു പ്രത്യേക സെഗ്മെന്റിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാതെ മൊത്തത്തിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ അത്രയും ചെലവ് വേണം, അത്രയും ഇൻവെസ്റ്റ്മെന്റ് വേണം, അത്രയും വൈഡ് മാർക്കറ്റ് മിക്സ് നമ്മൾ ഉപയോഗിക്കണം, അത്രയും ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് ഉണ്ടായിരിക്കണം. അതർവൈസ് വി can concentrate on a particular segment that is ready to be target market. Clear? ടാർഗറ്റ് മാർക്കറ്റിന് ഒരുപാട് ഡിസഡ്വാൻറ്റേജസ്. എന്തൊക്കെയാണ് ഡിസഡ്വാൻറ്റേജസ്? മാർക്കറ്റിംഗ് എന്താണ്? ഇൻക്രീസ്ഡ് മാർക്കറ്റിംഗ് കോസ്റ്റ്. നമുക്കറിയാം ഒരു പർട്ടിക്കുലർ മാർക്കറ്റ് പ്രധാനം പറയുന്നതെന്ന് വെച്ചാൽ ഒരു സാധനം നമ്മൾ എല്ലാവർക്കും കൊടുക്കുമ്പോൾ നമുക്ക് കൂടുതൽ സെയിൽ നടത്താൻ പറ്റും. ഒരു പരസ്യം കൊണ്ട് എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മളൊരു പരസ്യം ഒരു ടാർഗറ്റ് മാർക്കറ്റിന് വേണ്ടി മാത്രമാണ്. അപ്പം ചിലരെ സംബന്ധിച്ചിടത്തോളം അതിന്റെ കോസ്റ്റ് കൂടുതലായിരിക്കും. അതാണ് ചിലത് പറയുന്ന ഒരു ഇൻക്രീസ്ഡ് മാർക്കറ്റിംഗ് കോസ്റ്റ്. ഇപ്പൊ ഇന്ത്യയിൽ മാത്രമാണെങ്കിലും ലോകത്ത് മൊത്തമാണ് സെയിൽസ് കൂട്ടാം. ഒരു പരസ്യം ഉപയോഗിച്ച് ലോകത്ത് മൊത്തം നമുക്ക് വേണമെങ്കിൽ കാണിക്കാം. പക്ഷെ നമ്മൾ ടാർഗറ്റ് മാർക്കറ്റ് ചുരുങ്ങും തോറും മാർക്കറ്റിംഗ് കോസ്റ്റ് കൂടാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ മോർ കോംപ്ലക്സ് സ്ട്രാറ്റജി ടു ഇംപ്ലിമെന്റ്. ഒരു പർട്ടിക്കുലർ ടാർഗറ്റ് മാർക്കറ്റിൽ നമ്മൾ പിടിച്ചു നിൽക്കണമെങ്കിൽ നല്ല സ്ട്രാറ്റജി ഉണ്ടായിരിക്കണം. പിന്നെ നമ്മുടെ സെഗ്മെന്റേഷൻ കുറഞ്ഞു വരികയാണ് അല്ലേ. അപ്പൊ നമ്മളുടെ ഉപഭോക്താക്കളുടെ അളവ് കുറയുന്നു. അത് നമ്മളുടെ ബ്രാൻഡിനെ, ഇപ്പൊ നമുക്കറിയാം എന്താണ് അഡിഡാസോ പ്യൂമ, ഇതൊക്കെ ആഗോള ബ്രാൻഡാണ് അല്ലെ. ഇങ്ങനെ ഒരു വലിയൊരു ആഗോള ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ, ലോയൽറ്റി ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് സെഗ്മെന്റേഷൻ എന്നുള്ളത് നമ്മൾ ഒരുപാട് സെഗ്മെന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ ടാർഗറ്റിംഗ് എന്നുള്ളത് ബ്രാൻഡ് ലോയൽറ്റി അഫക്ട് ചെയ്യുന്നു. ഒരു പർട്ടിക്കുലർ മാർക്കറ്റിലാണ് അത്രയും ആൾക്കാരെ നമ്മുടെ ബ്രാൻഡ് വിശ്വസിക്കത്തുള്ളൂ. അതുപോലെ തന്നെ എത്തിക്സ് ആൻഡ് സ്റ്റീരിയോടൈപ്പിക് ഇഷ്യൂസ്. ഒരേ ഉൽപ്പന്നം ഒരേ ആൾക്കാർക്ക് തന്നെ കൊടുക്കുന്നു എന്നുള്ളതിന്റെ ആ ഒരു എത്തിക്കും ആ ഒരു റെപ്യൂട്ടേഷനുമാണ്. അതുപോലെ തന്നെ നമ്മളുടെ ഗ്ലോബൽ ബ്രാൻഡ് ഇമേജ് നമ്മൾ പറഞ്ഞില്ലേ, നമുക്ക് ഉൽപ്പന്നം എല്ലായിടത്തും എത്തുമ്പം കൊക്കോകോള ആണെങ്കിലും പ്യൂമ, അഡിഡാസ് അല്ലെ, നൈക്ക്, ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്കൊരു ഗ്ലോബൽ ഇമേജ് ഉണ്ടായിരിക്കും. ഒരു പർട്ടിക്കുലർ ടാർഗറ്റ് മാർക്കറ്റിൽ മാത്രമാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ബ്രാൻഡ് ഇമേജ്, ഗ്ലോബൽ ബ്രാൻഡ് ഇമേജ് കുറയും. അതുപോലെ തന്നെ ഫേക്ക് സെഗ്മെന്റേഷൻ. നമ്മുടെ സെഗ്മെന്റേഷൻ തെറ്റാണെങ്കിൽ, തെറ്റായ രീതിയിലുള്ള സെഗ്മെന്റേഷനെ ബേസ് ചെയ്താണ് നമ്മൾ പോകുന്നതെങ്കിൽ നമ്മളുടെ ഈ ടാർഗറ്റ് മാർക്കറ്റിംഗ് ഫെയിലറായി മാറും. ഓക്കെ, ഇതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഡിസഡ്വാൻറ്റേജ്. അപ്പോൾ ഗുണമാണെന്ന് വെച്ചാൽ ഗുണമാണ്, ചില ദോഷങ്ങളും ഉണ്ട്. ഓക്കെ, എങ്ങനെയാണ് മാർക്കറ്റ് സെഗ്മെന്റേഷനിലേക്ക് മാർക്കറ്റ് ടാർഗറ്റിംഗ് നമ്മൾ പോകുന്നത്? ഫസ്റ്റിലെ മാർക്കറ്റിനെ സെഗ്മെന്റ് ചെയ്യണം. മാർക്കറ്റിനെ ഡിവൈഡ് ചെയ്ത് നമ്പർ ഓഫ് ഗ്രൂപ്പ്സ് ആയിട്ട് അല്ലെ, ബയേഴ്സിന്റെ ഡിഫറെന്റ് നീഡ്സ് ഓഫ് ബയേഴ്സിന്റെ ഡിഫറെന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിഹേവിയർ, അങ്ങനെ അടിസ്ഥാനത്തിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. അതിനുവേണ്ടിയാണ് നമ്മൾ ജിയോഗ്രാഫിക്, ഡെമോഗ്രാഫിക്, സൈക്കോഗ്രാഫിക്, ബിഹേവിയർ രീതിയിൽ നമ്മൾ സെഗ്മെന്റ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ മാർക്കറ്റിനെ ടാർഗറ്റ് ചെയ്യണം. മാർക്കറ്റിനെ ടാർഗറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇവാലുവേറ്റിംഗ് ഈച്ച് മാർക്കറ്റ് സെഗ്മെന്റ്, അതിന്റെ അട്രാക്റ്റീവ്നെസ്, അതിന്റെ മെറിറ്റ്, ഡിമെറിറ്റ്സ്, എന്നിട്ട് സെലക്ടിങ്. നമ്മൾ ഒന്നോ അതിലധികമോ മാർക്കറ്റിനെ നമ്മൾ മാർക്കറ്റ് സെഗ്മെന്റ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഇപ്പൊ നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത് യങ്സ്റ്റേഴ്സായ മെയിൽസ് ആൻഡ് ഫീമെയിൽസ്. അപ്പൊ നമ്മുടെ ഉൽപ്പന്നങ്ങൾ ആ ഒരു സെഗ്മെന്റ് മാത്രം അപ്പൊ അതനുസരിച്ചുള്ള പരസ്യങ്ങൾ, അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്തത് ആ ഒരു സെഗ്മെന്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ മാർക്കറ്റിനെ പൊസിഷനിങ് ആണ്, മാർക്കറ്റ് പൊസിഷനിങ്.
അതായത് സെറ്റിംഗ് എ കോമ്പറ്റീറ്റീവ് പൊസിഷൻസ് ഫോർ ദ പ്രോഡക്റ്റ് ആൻഡ് ക്രിയേറ്റിംഗ് എ ഡീറ്റെയിൽ മാർക്കറ്റ്. നമ്മൾ ഉദ്ദേശിക്കുന്ന മാർക്കറ്റിലേക്ക്, ടാർഗറ്റ് മാർക്കറ്റിൽ ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടായിരിക്കും. അവരിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഉൽപ്പന്നങ്ങൾ കൊണ്ടുവന്ന് അതുമായി ബന്ധപ്പെട്ട് ആ ഒരു ഉൽപ്പന്നത്തിന്റെ അവയർനെസ് ക്രിയേറ്റ് ചെയ്യണം. അതാണ് മാർക്കറ്റ് പൊസിഷനിങ്. അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടെ ഉണ്ട്, അത് നമ്മൾ ഇതിനകത്ത് കൃത്യമായി പറയുന്നുണ്ടാണ്. ദാറ്റ് ഈസ് ഡെവലപ്പിംഗ് എ മാർക്കറ്റ് മിക്സ്. അതാണ് ഇവിടെ പറഞ്ഞത്, ഫോർ ക്രിയേറ്റിംഗ് എ ഡീറ്റെയിൽഡ് മാർക്കറ്റ് മിക്സ്. നമ്മൾ നല്ലൊരു മാർക്കറ്റിംഗ് മിക്സോട് കൊണ്ടുവരണം. ആദ്യമേ നമ്മൾ മാർക്കറ്റ് സെഗ്മെന്റ് ചെയ്തു. അതിലൊരു സെഗ്മെന്റ് ചെയ്തതിനകത്ത് 1-2 സെഗ്മെന്റ് നമ്മളുടെ മാർക്കറ്റ് ടാർഗറ്റ് ചെയ്തു, ടാർഗറ്റ് മാർക്കറ്റായിട്ട് ഐഡന്റിഫൈ ചെയ്തു. അതിനുശേഷം ആ മാർക്കറ്റിലേക്ക് നമ്മുടെ ഉൽപ്പന്നങ്ങൾ ലോഞ്ച് ചെയ്തു. ലോഞ്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, അവിടെ കോമ്പറ്റേറ്റേഴ്സ് ഉണ്ട്. അവന്റെ വില ഇടുന്ന കാര്യത്തിലാണെങ്കിലും ശരി, ആ സാധനത്തിന്റെ മറ്റ് ആഡഡ് ക്വാളിറ്റീസിന്റെ കാര്യത്തിലാണെങ്കിലും ശരി, നമ്മൾ നല്ലതുപോലെ നോക്കണം. പരസ്യത്തിന്റെ കാര്യങ്ങൾ, അതിന് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് മിക്സ് ഡെവലപ്പ് ചെയ്യണം. വില അല്ലെ, ആ കസ്റ്റമേഴ്സിന്റെ കയ്യിലെത്ത് പ്ലേസ്, പ്രൊമോഷൻ അല്ലെ, പരസ്യങ്ങൾ, അതിന്റെ വില, അത് കസ്റ്റമേഴ്സിന്റെ കയ്യിലേക്ക് എത്തിച്ചേരുന്ന ഇത്, അതുപോലെ തന്നെ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി, ഇതൊക്കെ നോക്കി നല്ലൊരു മിക്സ് കൂടെ ചേർത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഉൽപ്പന്നം വിപണിയിൽ എത്തിക്കുന്നത്. അതിനുശേഷമാണ് കസ്റ്റമർ വാങ്ങുന്നത്. കസ്റ്റമർ വാങ്ങിയതിനു ശേഷം അതിന്റെ ആഫ്റ്റർ ഫീഡ്ബാക്ക് നമ്മൾ കളക്ട് ചെയ്യുന്നു. ഗുണങ്ങൾ എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ റെക്ടിഫൈ ചെയ്യുന്നു. കസ്റ്റമേഴ്സിന് കുറച്ചുകൂടെ വെറൈറ്റി വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരുന്നു. സക്സസ് അല്ല എന്നുകൊണ്ട് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സെഗ്മെന്റ് ടാർഗറ്റ് ചെയ്യാൻ പോകുന്നു. അങ്ങനെയാണ് നമ്മൾ ഒരു വിപണിയിൽ ഒരു ഉൽപ്പന്നം, ഒരു മാർക്കറ്റർ പിടിച്ചു നിൽക്കുന്നത്. ദീസ് ആർ അബൌട്ട് ദ സ്റ്റെപ്സ് ഇൻ ദ മാർക്കറ്റ് ടാർഗറ്റിംഗ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? എന്താണ് മാർക്കറ്റ് ടാർഗറ്റ്? ഒരു മാർക്കറ്റ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിനാണ് മാർക്കറ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത്. മാർക്കറ്റ് ടാർഗറ്റ് ഡെഫിനിഷൻ പഠിച്ചു, മീനിങ് പഠിച്ചു, അതിന്റെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് പഠിച്ചു, അതിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്താണെന്ന് പഠിച്ചു, അതിന്റെ സ്റ്റെപ്സ് എന്താണെന്ന് പഠിച്ചു. ഓക്കെ, നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുന്നതൊക്കെ മാർക്കറ്റ് സെഗ്മെന്റേഷന്റെ നമ്മൾ ഐഡന്റിഫൈ ബേസിസ് ഫോർ മാർക്കറ്റ് സെഗ്മെന്റേഷൻ, ഡെവലപ്പ് ആദ്യമേ മാർക്കറ്റ് സെഗ്മെന്റേഷൻ, പിന്നെ ടാർഗറ്റ് മാർക്കറ്റിംഗ്, ദെൻ മാർക്കറ്റ് പൊസിഷനിങ് അല്ലേ. മാർക്കറ്റിലേക്ക് ഡെവലപ്പ് പൊസിഷനിങ് ഓഫ് ടാർഗറ്റ് മാർക്കറ്റിലേക്ക് സാധനം കൊണ്ടുവരിക അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അതുപോലെ മാർക്കറ്റിംഗ് മിക്സ്, ഓരോ സെഗ്മെന്റ് ആവശ്യമായ മാർക്കറ്റിംഗ് മിക്സ് നമ്മൾ ഡെവലപ്പ് ചെയ്യുക. അതൊക്കെ സെഗ്മെന്റേഷൻ, മാർക്കറ്റിംഗ് പ്രോസസ്സിനകത്ത് എന്താ പറയുന്നത്? സെഗ്മെന്റ് ചെയ്യുക, ടാർഗറ്റ് ചെയ്യുക, പൊസിഷൻ ചെയ്യുക. ദീസ് ആർ അബൌട്ട് ടാർഗറ്റ് മാർക്കറ്റ് പ്രോസസ്. ക്ലിയർ? ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കണം. താങ്ക് യു വെരി മച്ച് ഫോർ യുവർ പേഷ്യന്റ് ലിസണിങ്. താങ്ക് യു ഓൾ.